ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സദ്ദ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഇന്ന് എന്റെ ലാപ്ടോപ്പിന് പുതിയ ലാപ്ടോപ്പ് എന്തോ പ്രശ്നം. ഇനി ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഞാൻ മൊബൈലിൽ നിന്നാണ് ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മള് ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം, ശ്രീകൃഷ്ണൻ സർവ്വ അവതാരങ്ങളിലെ സ്രോതസ്. അപ്പൊ അതാണ് അതിലെ 29, 30, 31, 3 ശ്ലോകങ്ങളാണ് എടുക്കുന്നത്. അത് തന്നെയല്ലേ മാതാജി? അതെ അതെ 29. അതുകൊണ്ടാണ് പ്രഭുവിനെ കാണുന്നില്ലല്ലോ, ഒന്നും കാണുന്നില്ല. ഞാൻ മൊബൈലിൽ കൂടെ കാണാമല്ലോ അല്ലേ മാതാജി? ആ എന്തോ ഒരെണ്ണം അതായത് ഒരടയാളം. ഞാൻ ഈ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് ഓൺ ആക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. മൊബൈലിലാണ് ക്യാമറ. കേൾക്കാമല്ലോ അല്ലേ? കേക്കാം. ഓക്കെ. ക്യാമറ ഇങ്ങനെ സൈഡിൽ തിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. കാര്യം ഞാൻ ലാപ്ടോപ്പിനെ ഫേസ് ചെയ്യുന്നു, മൊബൈൽ സൈഡിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ശ്ലോകം ഏതാന്ന് നോക്കാം. 29-ാമത്തെ ശ്ലോകം നോക്കാം. ജന്മഗുഹ്യം ഭഗവതോ യ ഏതൽ പ്രയതോ നരഃ സായം പ്രാതർഗൃണൻ ഭക്ത്യാ ദുഃഖ ഗ്രാമാദിമുച്യതേ. ജന്മഗുഹ്യം ഭഗവതോ യ ഏതൽ പ്രയതോ നരഃ സായം പ്രാതർഗൃണൻ ഭക്ത്യാ ദുഃഖ ഗ്രാമാദിമുച്യതേ. ജന്മഗുഹ്യം ഭഗവതോ യ ഏതൽ പ്രയതോ നരഃ സായം പ്രാതർഗൃണൻ ഭക്ത്യാ ദുഃഖഗ്രാമാദിമുച്യതേ. ഹരേ കൃഷ്ണ സവിതാ മാതാജി. ഹരേ കൃഷ്ണ. ജന്മഗുഹ്യാം ഭഗവതോ യാ ഏതത് പ്രയതോ നരഃ സായം പ്രാതർഗൃണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ. ജന്മഗുഹ്യം ഭഗവതോ യ ഏതത് പ്രയതോ നര സായം പ്രാതർഗൃണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. ജന്മം ഗുഹ്യം രഹസ്യമായ, ഭഗവതഃ ഭഗവാന്, യ ഏകം ഏതൽ ഇവയൊക്കെ, പ്രയതഃ സസൂക്ഷ്മം, നര നരൻ, സായം സായാഹ്നം, പ്രാത പ്രഭാതം, ഗൃണാൻ ജപിക്കുക, ഭക്തിയോടുകൂടി, ദുഃഖ ഗ്രാമാത് എല്ലാ ദുരിതങ്ങളിൽ നിന്നും, വിമുച്യതേ അതിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ശ്ലോകം കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ ചിലപ്പോ ഒരു പരിചയം തോന്നുമായിരിക്കും. ഈ ശ്ലോകം നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടോ അതുപോലെ തോന്നുന്നു അല്ലേ? എവിടെയാണെന്ന് പറയാമോ? നമ്മളിപ്പം ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ശ്ലോകം. ജന്മകർമ്മച്ച മേ ദിവ്യ അതാണ്. മേദേവ്യം ജന്മകർമ്മച്ച മേദേവ്യം എന്ന് വേത്തം പറഞ്ഞു. അങ്ങനെ ഒരു ശ്ലോകം. ദേഹം പുനർജന്മ നാദി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്ലോകം അല്ലേ? അപ്പൊ അത് തന്നെയാണോ ഇതെന്ന് നമുക്ക് നോക്കാം. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ആരാണോ ഭക്തിയോടെ പ്രഭാത സായാഹ്ന വേളകളിൽ അതീവ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ നിഗൂഢ അവതാരങ്ങളെ കുറിച്ച് കീർത്തിക്കുന്നത്, അവന് ജീവിതത്തിന്റെ സർവ്വക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആരാണോ ഭക്തിയോടെ പ്രഭാത സായാഹ്ന വേളകളിൽ അതീവ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ നിഗൂഢ അവതാരങ്ങളെ കുറിച്ച് കീർത്തിക്കുന്നത്, അവന് ജീവന്റെ സർവ്വക്ലേശങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. നമ്മളിപ്പോ എത്ര അവതാരങ്ങളെ പറ്റി കണ്ടു? 22 അവതാരങ്ങളെ പറ്റിയാണ് ഭാഗവതത്തിൽ നമ്മൾ കണ്ടത് അല്ലെ? പിന്നെ കൃഷ്ണനെ പറ്റി അവിടെ പറഞ്ഞിട്ടില്ല. കാര്യം കൃഷ്ണൻ അവതാരമല്ല, അവതാരങ്ങളുടെ എല്ലാം സ്രോതസ് ആയതുകൊണ്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയമാണ്. അതുകൊണ്ട് കൃഷ്ണനെ പറ്റി നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ 22 അവതാരങ്ങളെ പറ്റി നമ്മൾ കണ്ടു, പഠിച്ചു കഴിഞ്ഞു. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഓർഡർ നമ്മൾ കണ്ട ദശാവതാരത്തിന്റെ ഓർഡർ അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ അവതാരങ്ങളെ പറ്റിയൊക്കെയുള്ള അവരുടെ നിഗൂഢമായിട്ടുള്ള രഹസ്യം
ഒളിഞ്ഞിരിക്കുന്ന ഗുഹ്യമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെ പുറത്തേക്ക് സാധാരണ ജനങ്ങൾക്ക് വെളിപ്പെടാത്ത രീതിയിൽ മറഞ്ഞിരിക്കുകയാണ് എവിടെയോ. നമുക്കിത് എന്താണ്, എവിടെയെങ്കിലും കടകളിൽ പോയി വാങ്ങിക്കാൻ കിട്ടുമോ, അല്ലെങ്കിൽ വഴിയെ പോകുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണത് വളരെ രഹസ്യങ്ങളിൽ വെച്ചിട്ട് രഹസ്യം എന്ന് പറയുന്നത്. ഭഗവാനെ പറ്റിയുള്ള നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഗുരുവാണിയിൽ ഗുരുമുഖത്തൊക്കെ ഒളിഞ്ഞിരിക്കുകയാണ് അല്ലെ. നല്ല ആചാര്യന്മാരുടെ അടുക്കലും വൈഷ്ണവരുടെ അടുക്കലും ഭക്തരുടെ അടുക്കലും അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് കൈമാറ്റപ്പെടുന്ന ഒരു വിദ്യ ആയതുകൊണ്ടാണ് ഇതിനെ രഹസ്യമായിട്ടുള്ള വിദ്യ എന്ന് പറയുന്നത്. അതായത് പുസ്തകത്തിലുള്ള വിദ്യ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല അല്ലെ. ഉം. അത് അതിൻ്റെതായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് വെളിവത്താവുള്ളൂ. അതുകൊണ്ട് ഇത് മറഞ്ഞിരിക്കുന്ന ആ ഒരു സത്യമാണ്. അങ്ങനെ സാധാരണക്കാർക്കൊന്നും, അങ്ങനെ വഴിയെ പോകുന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ വെളിപ്പെടുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഇത് രഹസ്യങ്ങളിൽ വെച്ചിട്ട് അതീവമായ നിഗൂഢ രഹസ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. കാര്യം ഇത് ഓപ്പൺലി അവൈലബിൾ ആണെങ്കിൽ ആൾക്കാരെല്ലാരും എന്നേ രക്ഷപ്പെട്ടു പോയെന്നല്ലേ അവരിത് മനസ്സിലാക്കി. ഈ ഭഗവാനെ പറ്റിയുള്ള അതീവ നിഗൂഢമായിട്ടുള്ള രഹസ്യം, അല്ലെങ്കിൽ ഇതാണ് മോക്ഷത്തിനുള്ള വഴി അറിഞ്ഞു കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ആചരിച്ചു പോയിരുന്നെങ്കിൽ ഈ ആൾക്കാരും ഇവിടെ ജനിക്കാനായിട്ട് തന്നെ ഉണ്ടാവില്ലായിരുന്നു അല്ലെ. നമ്മളൊക്കെ ഇപ്പോഴും ഇവിടെ ജനിച്ചും ജീവിച്ചും പോകുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ അത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്തു വരുന്നതേ ഉള്ളൂ അല്ലെ. ഇത് അറിഞ്ഞ വ്യക്തികൾക്കൊന്നും തന്നെ എന്താണ്, ഈ ജീവിതത്തിന്റെ സർവ്വ ക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു, അതായത് വൈകുണ്ഠം ലഭിക്കുന്നു. ക്ലേശങ്ങളില്ലാത്ത സ്ഥലം അല്ലെങ്കിൽ കുണ്ഠതകൾ ഇല്ലാത്ത സ്ഥലം എന്താണ്? വൈകുണ്ഠം. അപ്പൊ നമ്മൾ ഭഗവത്ഗീതയിൽ ആ ജന്മകർമ്മജ മേ ദിവ്യം എന്നുള്ള ശ്ലോകം ഒന്ന് എടുക്കാമെങ്കിൽ അതെടുത്തിട്ട് അതിന്റെ അർത്ഥം കൂടി ഒന്ന് വായിച്ചോളൂ. അപ്പൊ എന്താണ് അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് തമ്മിൽ. ഒരു മിനിറ്റ് എടുക്കട്ടെ. എത്രാമത്തെ ആയിരുന്നു ഇത്? 9 തോന്നുന്നു, 4-9. അതെ അതെ, ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഉം. ശ്ലോകം വായിക്കട്ടെ. ആ ഹരേ കൃഷ്ണ. ജന്മകർമ്മച്ച മേ ദിവ്യമേവം യോ വേത്തി തത്വദാ त्यक्त्वा ദേഹം പുനർജന്മ നൈനി മാമേതി സോ അർജുന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം അതിന്റെ അതോടെ ഒന്ന് വായിച്ച് വിവർത്തനം. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എന്റെ ലോകത്തിലെത്തുന്നു. അപ്പം ജനനത്തെ പറ്റിയും അതുപോലെ തന്നെ പിന്നെന്താണ്, എന്റെ ജനനത്തെ പറ്റിയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം പ്രവൃത്തി. ജനനത്തെ പറ്റി എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ജനനം പ്രവൃത്തികളെ പറ്റി എവിടെ പറഞ്ഞു? ശ്രീമദ് ഭാഗവതം അല്ലെ. അതുപോലെ കർമ്മം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മത്തെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിലാണ് അല്ലെ. അപ്പം ഇതൊന്നും സാധാരണ കാര്യമല്ല, അഥവാ അതിന്റെ അതീന്ദ്രിയ സ്വഭാവം ജനിച്ചവർ ഈ ഭൗതിക ലോകത്ത് വീണ്ടും ജന്മം എടുക്കേണ്ടി വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരാണോ ഭക്തിയോടുകൂടി പ്രഭാത സായാഹ്ന വേളകളിൽ അതീവ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ഈ നിഗൂഢമായ അവതാര രഹസ്യങ്ങള് അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് മാറ്റി പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അവർ ജീവിതത്തിന്റെ സർവ്വ ക്ലേശങ്ങളിൽ നിന്നും മോചിതരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലേശങ്ങളെല്ലാം മോചിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജനിക്കേണ്ടി വരുമോ? ഇല്ല. നമ്മൾ ക്ലേശങ്ങൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് തന്നെ പോകും. ഈ ക്ലേശങ്ങളൊക്കെ ഈ ജന്മം കൊണ്ട് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ക്ലേശങ്ങൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഇവിടെ എല്ലാം കുണ്ഠതയാണ് എല്ലായിടത്തും. അപ്പൊ കുണ്ഠത ഇല്ലാത്ത സ്ഥലത്തെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അപ്പൊ വൈകുണ്ഠത്തിലേക്ക് നമ്മൾക്ക് പോകാം. ഒരു ആഗ്രഹങ്ങളും മോഹങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്
നമുക്കൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോകും. എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്ത് ജനിക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് അല്ലേ? ഉം. നമുക്ക് ആരോടെങ്കിലും ഒരു അറ്റാച്ച്മെന്റോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പറയുന്നത്, നമ്മൾ ഈ കാണുന്നത് തൊട്ടടുത്തും പിടിച്ചൊക്കെ വഴിപാടുകളൊക്കെ നേരും അല്ലേ? ഇന്നത് നേര് വഴിപാട് നേർന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താ? അത് നടത്തണം അല്ലേ? അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ കാര്യസാധ്യത നടന്നില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന സമയം നമ്മുടെ ജീവൻ പോയി, അല്ലെ നമ്മൾ അബോധാവസ്ഥയല്ലേ, തളർന്നു കിടക്കുക, ആരോടെങ്കിലും പറയണമെന്ന് ആഗ്രഹമുണ്ട് ഇന്ന പോലെ ഒരു വഴിപാട് കിടപ്പുണ്ടെന്ന്, അല്ലെങ്കിൽ ഓർമ്മയില്ലാതായി പോയി, എന്ത് ചെയ്യും? വീണ്ടും എത്ര ജന്മം എടുത്തിട്ടാണ് ഈ ഒരു വഴിപാട് കഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ജന്മം കിട്ടുമെന്ന് ഡയറക്ട്ലി കിട്ടുമോ? പിതൃലോകത്തൊക്കെ പോയി അവിടെ നിന്ന് പീഡകളും ഇതെല്ലാം കഴിഞ്ഞ് യമലോകത്തെല്ലാം കഴിഞ്ഞ് പിതൃലോകത്തെത്തി അവിടെ നിന്ന് ഒരു ശരീരം കിട്ടാനായിട്ട് കാത്തിരിക്കണ്ടേ? കിട്ടിയാൽ ഉം. തന്നെ ഡയറക്ട്ലി ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? വേറെ എത്ര കർമ്മഫലങ്ങളുടെ ആ ഒരു ആ, ഇതൊക്കെ കൂട്ടി കുറച്ച് ഗുണിച്ച് ഹരിച്ച് എല്ലാം എടുത്തിട്ട് അതിന്റെ എല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോയിട്ട് വേണം ഇത് തീർക്കാൻ വേണ്ടിയിട്ട് വരാനായിട്ട് അല്ലെ? അപ്പൊ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരുമായിരിക്കും? നമ്മളിപ്പോ ഒരൊറ്റ കർമ്മത്തിന്റെ കാര്യമാണ് പറഞ്ഞു. ഒരു വഴിപാട് മറന്നു പോയാൽ അത് നടത്താൻ വേണ്ടിയിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും. കടമായി ബാക്കി മാറിയില്ല, ദേവകടമായി. ദേവകടം, ഋഷികടം, ഒരു ഗുരുവിനോടുള്ള കടം ഋഷികടമായിട്ട് കടി, പിതൃവിനോടുള്ള കടം പിതൃകടമായിട്ട് മാറി. ഇങ്ങനെ ഈ ഋണങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടണം അല്ലെ? പിതൃ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാര്, അവരോട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കർമ്മങ്ങളൊന്നും ഇടാതെ അവര് ഗതി കിട്ടാതെ അലയുവാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പെട്ടുപോയില്ലേ? നമുക്ക് വീണ്ടും ജനിക്കേണ്ടി ആ, ഒരവസ്ഥയാണ് വരുന്നത് അല്ലെ? പിന്നെ നമുക്കപ്പോ മോക്ഷം ഇല്ല. കാര്യം അവർക്ക് മോക്ഷം ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ അവർക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പൊ പിതൃകടം ഒരു വലിയ പ്രശ്നമാണ്. പിതാക്കന്മാർക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള ശ്രാദ്ധവും അതുപോലെ തന്നെ സപിണ്ടി അതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് അവര് ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ള ബാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യം എല്ലാം നമ്മൾ ദൂർത്തടിച്ച് അന്യാധീനപ്പെട്ട് കളഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പിതൃകടം അല്ലെങ്കിൽ പിതൃകോപം അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും കാരണമാകും. ദേവകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരദേവത, ധർമ്മദേവത ഇവരുടെയൊക്കെ ദേവസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സർപ്പസ്ഥാനങ്ങളൊക്കെ നശിപ്പിക്കുക. അങ്ങനെ അതിൽ നിന്ന് ആർജിച്ച പാപങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ട് പല തലമുറകൾ മുൻപേ ചെയ്തതൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ബാക്കി 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 വെച്ചിട്ട് ഒരു 10 തലമുറയെങ്കിലും ഇന്ന് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ആ ദേവകടം, ഇപ്പൊ ദേവന് ആരൊക്കെയോ വലിയ വഴിപാട് നേർന്നിരുന്നു. ചിലപ്പോൾ നമ്മളായിരിക്കില്ല നേർന്നത്, നമ്മുടെ കാരണവന്മാരായിരിക്കും അല്ലെ? അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയില്ല. അപ്പൊ നമ്മൾ അവിടെ അവരുടെ സ്വത്തും അനുഭവിച്ച് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്ന പോകുമ്പോ നമുക്കായിരിക്കും അത് വന്നു ചേരുന്നത്. അപ്പം നമ്മളും അതിന്റെ ഒരു പങ്ക് അനുഭവിക്കുന്നുണ്ട്. കാര്യം നമ്മളാണോ ചെയ്തത് ഈ കടം? ബാധ്യത അവിടെ ചെയ്തത് നമ്മുടെ പൂർവികനാണ്, പിതൃവാണ് ചെയ്തു വെച്ച്. എന്നിരുന്നാലും നമുക്ക് നമ്മൾ അവരുടെ സ്വത്ത് അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മളിലും അതിന്റെ ഒരു പങ്ക് പറ്റിയേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ ഋഷികടം, നമ്മളൊരു ഗുരുവിനെ അപമാനിക്കുക അല്ലെങ്കിൽ വൈഷ്ണവ അപരാധം ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഗുരു പറഞ്ഞ രീതിയിൽ നമ്മൾ ജീവിച്ചില്ല, ഫോളോ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ പല രീതിയിലും ഋഷികടങ്ങൾ വരും. ഇങ്ങനെയുള്ള ഋണങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോൾ മോചിതരാകുന്നു അപ്പോഴാണ് നമുക്ക് പിന്നീട് ഒരു ആഗ്രഹവും ഇല്ലാത്തൊരവസ്ഥ, ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കർമ്മങ്ങളും ഇനിയില്ല എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി വളരെ സ്വതന്ത്രമായിട്ട് യാതൊന്നിനെയും ഭയമില്ലാത്ത ഒരവസ്ഥ, നിർഭയം അല്ലെ? മരണം ഇങ്ങോട്ട് വരികയാണ്, വരട്ടെ, കാത്തിരിക്കണം. അങ്ങനെ നമുക്ക് ആർക്കാ ഇരിക്കാൻ പറ്റുന്നത്? മരണം ഇങ്ങോട്ട് വരുവാണ്. മരണം വരുവോ വരാതിരിക്കുവോ, ഏത് രീതിയിൽ വേണം വരട്ടെ, കൊടുങ്കാറ്റിന്റെ രൂപത്തിലോ വെള്ളപ്പൊക്കത്തിന്റെ പേരിലോ പേമാരിയുടെ പേരിലോ. കാര്യം ഞാൻ എന്തിനെ പേടിക്കുന്നു? എനിക്കിനി ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. കാര്യം ഈ ശരീരം എന്താണ്? എപ്പോഴായാലും നശിക്കേണ്ടതാണ്, എപ്പോഴായാലും ഇത് പ്രകൃതിയോട് ചേരേണ്ടതാണ്, മണ്ണോട് അടിഞ്ഞു ചേരേണ്ടതാണ്. ഞാൻ ആരാണ്? ഭഗവാന്റെ ശാശ്വത അംശമാണ്. എന്റെ യഥാർത്ഥ സ്വരൂപം ഭഗവാന്റെ സേവകനാണ്. അപ്പൊ എനിക്ക് സേവ ചെയ്യാനായിട്ട് പോകാനായിട്ട് തിരക്കായി അല്ലെ? ഞാൻ അവിടെ ഭഗവാൻ എന്നെ കാത്തിരിക്കുന്നു. എന്റെ യഥാർത്ഥ ഭവനത്തിലേക്ക്, എനിക്ക് എന്റെ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ
ഞാൻ എന്തിനാണ് മരണത്തെ ഭയപ്പെടുന്നത്? ഞാൻ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങളിൽ ഭയപ്പെടുന്നത്? ഞാൻ എന്തിനാണ് ഈ എന്റെ പരിസരവും ചുറ്റുപാടും എക്സ്ക്യൂസ് മീ, ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വരട്ടെ, എനിക്ക് അവിടെ ഒരു ചെറിയ പരിപാടി തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് നമ്മള് വിഷ്ണു പാർഷദന്മാരോട് പറഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? യാതൊരു ഉപാധികളും ഇല്ലാതെ വിളിക്കുന്ന ആ സമയത്ത് പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുക, അല്ലെ? ആ ഒരു അവസ്ഥ നമ്മൾ ആർജിച്ചെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ വൈകുണ്ഠ ലോക പ്രാപ്തിയുള്ളൂ. ഒരു ഉപാധികളും ഇല്ലാതെ, ആരോടും ഒട്ടലില്ലാതെ, അയ്യോ ഞാൻ ആ കുഞ്ഞു കൊച്ചിനെ ഒന്ന് കണ്ടില്ലല്ലോ, എന്റെ കൊച്ചുമോനെ ഒന്ന് കണ്ടില്ലല്ലോ, അതിന്റെ ഒന്ന് മുഖം ഒന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഞാൻ വരാം എന്റെ ജയവിജയന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവരവരുടെ വഴിക്ക് പോകും. അപ്പൊ പിന്നെ പകരം വരുന്ന ആരായിരിക്കും? യമദൂതന്മാരായിരിക്കും വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് പിന്നെ അടുത്ത ശരീരം കിട്ടുന്ന എന്താണ്? ഇതിന്റെ ബാക്കിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചു നോക്കാം. ഭാവാർത്ഥം നിങ്ങൾക്ക് ആർക്കും ഭാഗവതം ഇല്ലായിരിക്കും അല്ലെ? എന്റെ കയ്യിലില്ല. ഇല്ല പ്രഭു, എൻ്റെ കയ്യിലും ഇല്ല. ഇല്ലല്ലേ? ഭാവാർത്ഥം: ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മ തത്വങ്ങളെ കുറിച്ച് ബോധവാന്മാരായ ആരും ഈ ഭൗതികമായ താൽക്കാലിക വാസസ്ഥലത്ത് നിന്നും വിമുക്തരാക്കപ്പെട്ട ശേഷം ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി ചെല്ലുന്നില്ലെന്ന് ഭഗവത്ഗീതയിൽ പരമദിവ്യോത്തമപുരുഷൻ പറയുന്നു. ആ ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ആകയാൽ ഈ ഭൗതിക ലോകത്തിലെ ഭഗവത് അവതാര രഹസ്യം നിജമായി ഗ്രഹിക്കുക വഴി മാത്രം ഒരാൾ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകുന്നു. ആകയാൽ സാമാന്യ ജനങ്ങളുടെ നന്മയ്ക്കായി ഭഗവാനാൽ പ്രത്യക്ഷമാക്കപ്പെട്ട ഭഗവത് ജന്മകർമ്മങ്ങൾ സാധാരണങ്ങളല്ല. അവ ദുർജ്ഞേയമാണ്. മാത്രവുമല്ല, ആത്മീയ ഭക്തിയോടെ അതീവ ശ്രദ്ധയോടെ അവഗാഢമായി ശ്രദ്ധാവിഷയത്തിൽ നിമഗ്നനാകാൻ പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഗ്രഹണാതീതത്വം അനാച്ഛാദനം ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. അനന്തരം ഒരാൾക്ക് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നുള്ളൂ. ആകയാൽ ഭഗവാന്റെ വ്യത്യസ്ത വിഭിന്ന അവതാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഈ ഭാഗവത അധ്യായം ആത്മാർപ്പണത്തോടും ഭക്തിയോടുകൂടിയും പാരായണം ചെയ്യുക വഴി മാത്രം ഒരാൾക്ക് ഭഗവത് ജന്മകർമ്മങ്ങളെ കുറിച്ചുള്ള അന്തർദർശനം പ്രാപ്തമാകുന്നു. വിമുക്തി അഥവാ സ്വാതന്ത്ര്യം എന്ന യഥാർത്ഥമായ പദം ഭഗവാന്റെ ജന്മകർമ്മങ്ങളെല്ലാം അതീന്ദ്രിയമാണെന്ന് സൂചിപ്പിക്കുന്നു. അല്ലാത്ത പക്ഷം അവ ഉരുവിടുന്നതിനാൽ മാത്രം ഒരാൾക്ക് മുക്തി സാധ്യമല്ല. ആകയാൽ അവയെല്ലാം പരമരഹസ്യ സിദ്ധാന്തങ്ങളാണ്. ഭക്തിയുത സേവനത്തിന്റെ നിർദ്ദിഷ്ട അനുശാസനങ്ങൾ പാലിക്കാത്ത യാതൊരാൾക്കും ഭഗവാന്റെ ജന്മകർമ്മങ്ങളിൽ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ അവകാശം ലഭിക്കുന്നില്ല. അപ്പൊ ഭഗവാന്റെ ആ ജന്മകർമ്മങ്ങളുടെ നിഗൂഢമായ രഹസ്യം ഇത്ര പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാകില്ല. കാര്യം അത് ഈസിലി അവൈലബിൾ അല്ല. സാധാരണക്കാര് നമ്മൾ പൂമ്പാറ്റ, അമർചിത്ര കഥ, ബാലരമ വായിച്ചിട്ടുള്ള നോളേജ് അല്ല ഭഗവാന്റെ ജന്മകർമ്മങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? അത് പരമ്പരകളിൽ വഴി വന്നിരിക്കുന്ന ആ ഒരു ജ്ഞാനം അതേപടി നമ്മളിൽ എത്തിച്ചേർന്ന് അത് മനസ്സിലാക്കി അതിന്റെ നിഗൂഢമായ രഹസ്യം മനസ്സിലാക്കുക വഴി മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് പറയുന്നത് ഈ പറയുന്ന അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് അവതാരത്തിന്റെ ലീലയുടെ ഒക്കെ രഹസ്യവും മഹത്വവും മനസ്സിലാക്കിയവർക്ക് വീണ്ടും ജനിക്കേണ്ടി വരുന്നില്ല. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള ജ്ഞാനം കിട്ടിയ ഒരാൾക്ക് മാത്രമേ അത് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടു, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മള് ഭക്തിയോടെ അതീവ ശ്രദ്ധയോടുകൂടി വളരെയധികം പരിശ്രമത്തോടു കൂടി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഇത് പെട്ടെന്ന് അനുഭവവേദ്യമാണ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്ലാതെ ആർക്കെങ്കിലും ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത് സമയം ചെലവാകുന്നില്ല എന്നാൽ ഇതിരുന്ന് വായിച്ചേക്കാം എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ചെയ്യുക വഴിയോ അങ്ങനെയൊന്നുമല്ല. ശരിക്കും ഈ പറയുന്ന ഭഗവാനെ പറ്റിയുള്ള ഈ നിഗൂഢമായിട്ടുള്ള രഹസ്യം അറിയുകയും കേൾക്കുകയും അതുപോലെ തന്നെ മനനം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൂന്താനം നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ കൃപ കൊണ്ട് നമ്മളോട് പറഞ്ഞു, മറ്റൊരാൾക്ക് വേണ്ടി എങ്കിലും ഈ നാമം ജപിക്കൂ, കേൾക്കൂ. അല്ലെങ്കിൽ ആരോടേലും ഇപ്പൊ കംസനൊക്കെ കാണിച്ച പോലെ ഭഗവാന്റെ നാമം ജപിച്ചത് എന്താണ്? ദേഷ്യത്തിലാണ്, അല്ലെ?
ഉം. നാമമാണ് ജപിച്ചത്. പക്ഷെ ദേഷ്യ ബുദ്ധിയോട് കൂടിയായിരുന്നു അല്ലെ? കൃഷ്ണൻ 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 എന്ന് ഏത് സമയം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കൃഷ്ണനോടുള്ള ദേഷ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഭയം കൊണ്ടാണ് അല്ലെ? ഉം. ഇനി അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഭഗവാന്റെ നാമം അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയെങ്കിലും ഒന്ന് ജപിക്കൂ എന്ന് പറഞ്ഞ് പൂന്താനം നമ്മളോടുള്ള കൃപ കൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ശരിക്കും ഭക്തിയോടുകൂടിയും അതുപോലെ തന്നെ ശ്രദ്ധയോടും കൂടി, അതീവ ശ്രദ്ധയോടും കൂടി അതിൽ നിപുണനായി നിമഗ്നനാകാൻ പരിശ്രമിക്കുന്ന, നന്നായിട്ട് വർക്ക് ഹാർഡ് ചെയ്യണം അല്ലെ? ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഭഗവത്ഗീത, ഭാഗവതം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ ഇത് നോക്കുന്നത്. ഞാനടക്കം എന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അല്ലെ? ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് പിന്നെ ആ ലിങ്ക് ഇടുന്നതിന് മുൻപ് ഏതാ ശ്ലോകം എന്ന് നോക്കും. ആ ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. നിങ്ങളും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കാനായിരിക്കും സാധ്യത എന്ന് ഞാൻ പറയുന്നു. അപ്പം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും, എനിക്ക് അറിയില്ല. ഞാൻ അറിയാതെ പറഞ്ഞാണെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾ അതൊക്കെ റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം അപ്പൊ നമ്മൾ അങ്ങനെയല്ല ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. നമ്മൾ നിരന്തരം പരിശ്രമിക്കണം അല്ലെ? നമ്മള് ഭഗവത്ഗീത അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം വായിച്ച് അതിന്റെ നോട്ട്സ് ഒക്കെ എഴുതി അത് വീണ്ടും 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 റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇത് കൂടുതൽ കൂടുതൽ നമ്മൾ ഇതിലേക്ക് ഒരു പടി വെക്കുമ്പോൾ ഭഗവാൻ 10 സ്റ്റെപ്പ് നമ്മുടെ അടുത്ത് വെക്കുന്ന പോലെ ഇത് 10 സ്റ്റെപ്പായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു ഉദ്യമം നടത്തണം. ആ ഉദ്യമം നടത്തുക എന്നുള്ള ആ ഒരു ചുവട് വെക്കുക എന്നുള്ളത് ഏറ്റെടുത്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു നോളേജ്, ഈ ഒരു വിവരം നമ്മളുടെ അടുത്തേക്ക് 10 പടിയായിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടും അല്ലെ? ഇപ്പൊ ഉം. നമുക്ക് അങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് കൂട്ടി 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 വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി, എത്ര വലിയ തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെറും ഹരിനാമം ജപിക്കുന്നവരെ മാത്രം ത്രിദണ്ഡികൾ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. വെറും ഹരിനാമം മാത്രം ജപിച്ചാൽ അവര് ഈ പറയുന്ന ഭഗവത്ഗീതയോ ഭാഗവതമോ ഒന്നും വായിച്ചില്ലെങ്കിൽ അത് വായിക്കുന്നവരെക്കാളും ശ്രേഷ്ഠമാണ്, അവരെക്കാളും കൂടുതൽ ജ്ഞാനവും ഉള്ള ആൾക്കാരാണെന്ന് ആചാര്യന്മാർ പറയുന്നു. അതെന്താ അങ്ങനെ? നമ്മൾ നോക്കുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് എന്താണ്? വെറും ഒരു 16 വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മന്ത്രം. വളരെ സാധാരണ രീതിയിലുള്ള അങ്ങനെ വലിയൊരു സംസ്കൃതമോ അങ്ങനെയൊന്നും നമുക്ക് കാണാനില്ല. വളരെ ഉച്ചാരണം എളുപ്പം, പറയാൻ എളുപ്പം, അങ്ങനെയൊക്കെ ഇതാണ്. പക്ഷെ അതൊരു സാധാരണ മന്ത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓം വെച്ചാലേ ബാക്കിയുള്ള മന്ത്രങ്ങൾക്ക് പവർ ഉള്ളൂ. പക്ഷെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ദൈവത്തിന്റെ ഓം ഇല്ലാതെ തന്നെ അതിനെ കൊണ്ടാണ് മഹാമന്ത്രം എന്ന് പറയുന്നത്. ഓംകാരം കൂടാതെ തന്നെ പവർഫുൾ ആയ ഒരു മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെ? ഇത് നമ്മള് ജപിച്ച് 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 നമുക്ക് ആ ആ ഒരു ജപസിദ്ധി കൈക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ നമ്മൾ ആരെയാണ് അറിയുന്നത്? ഭഗവാൻ ഹരിയും ഹരിയുടെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നതുകൊണ്ട് തന്നെ ഇത് ആത്മാർത്ഥമായിട്ട് ജപിക്കുന്ന ഒരു വ്യക്തി ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും അപ്പൊ അങ്ങനെ എവിടം വരെയായിരുന്നു പറഞ്ഞത്? ഹരിനാമം ജപിക്കുന്നവരെ പറ്റിട്ട് ഒരു വേദം. ഹരിനാമം ജപിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ആ ഒരു ത്രിദണ്ഡികളുടെ ലെവലിലേക്ക് എത്തുന്നു വെച്ചാൽ, ഈ ത്രിദണ്ഡി ഒക്കെ എടുക്കുന്നത് എന്താണ്? ഈ സന്യാസം ഒക്കെ എടുക്കുന്നത് എന്താണ്? ഈ ജ്ഞാനത്തിലൂടെ എല്ലാം പോയി നമ്മളെല്ലാം അവസാനം മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഭഗവാനാണ് സുപ്രീം അല്ലേ? ഈ ഒരു ഉം. കാര്യമല്ലേ മനസ്സിലാക്കുന്നത്? ഈ വേദങ്ങളിലൂടെ ഉപനിഷത്തുകളിലൂടെ നമ്മൾ ഈ പഠിക്കുന്ന ശാസ്ത്രങ്ങളിലൂടെ ജ്ഞാനങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കുന്നത് ഭഗവാനാണ് ശ്രേഷ്ഠന്ന്. ഈ നാമം ജപിക്കുന്നവരോ, നാമവും ഭഗവാനും ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല അല്ലെ? എത്ര പെട്ടെന്ന് ഭഗവാനിലേക്കുള്ള സാക്ഷാത്കാരം അവർക്ക് കിട്ടി. മറ്റവര് ഒരുപാട് വളഞ്ഞ് ചുറ്റി എത്തുമ്പോ ഇവർക്ക് എന്താണ്? ഈ ഭജനാനന്ദിയാണ് അല്ലെ? ജ്ഞാനാനന്ദി, ഭജനാനന്ദി, കീർത്തനാനന്ദി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കും അല്ലെ? ഈ പറയുന്ന ഈ നാമ ആനന്ദിയായി മാറുകയാണെന്നുണ്ടെങ്കിൽ, ഈ നാമത്തിൽ ആനന്ദം കൊള്ളുന്നവനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സുകളൊന്നും ഇല്ലാതെ തന്നെ
അവന് ഭഗവാനെ കിട്ടും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അതിനുള്ള യോഗ്യതയില്ല, നാമരുചിയില്ല. നമ്മൾ ചെയ്യുമ്പോഴെല്ലാം നാമാപരാധങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പല കാര്യങ്ങളിൽ ചിന്തകൾ വരുന്നു. കാര്യം നമ്മൾ ഈ ഭൗതിക പ്രകൃതിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ത്രിഗുണങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്വഗുണത്തിൽ ഇരിക്കണം എങ്കിലും, മിനിമം സത്വഗുണത്തിൽ ഇരിക്കണം എന്ന് വിചാരിച്ചാലും നമ്മളെ ഈ മായ എന്ന് പറയുന്ന ഒരു സംഭവം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. തമോ ഗുണം, രജോ ഗുണം എല്ലാം വന്നുകൊണ്ടിരിക്കും. മൊബൈലിന്റെ രൂപത്തിലോ ഫ്രണ്ട്സിന്റെ രൂപത്തിലോ ഫോൺ കോളിന്റെ രൂപത്തിലോ ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഈ പറയുന്ന ജ്ഞാനാനന്ദി ലെവലിലേക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കി സേവ ചെയ്ത് കർമ്മം ചെയ്ത് 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 നാമരുചി കൂട്ടുക. അങ്ങനെ നാമത്തിൽ ആ ഒരു ബേസിസ് ഉണ്ടാകുക. മാതാജിക്ക് മനസ്സിലായോ? ആ നമ്മളെ നിത്യ പ്രാക്ടീസ് മൂന്ന് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നിത്യ പ്രാക്ടീസ് എന്താണ്? ഈ ശ്രവണം. ഈ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലെയും കൂടെ ആചാര്യന്മാരുടെ വാണികളിൽ നിന്നും ലെക്ചറിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന എന്താണ്, ഈ ഈ ഭഗവാൻ ആരാണെന്നും ഇതൊക്കെ മനസ്സിലാക്കി ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം മൂത്ത് അത് ഭക്തിയായി പിന്നെ പ്രേമമായി മാറാനായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ആ പ്രേമം വന്നു കഴിഞ്ഞാലുള്ളൂ നാമരുചി ഉണ്ടാകുകയുള്ളൂ. അപ്പം നമ്മൾ ഇത് ആരെ പറ്റിയാണ് ജപിക്കുന്നത്, ആ ആള് ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആളും ഈ നാമവും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാമരുചി ഉണ്ടാകും. നാമം ജപിക്കുമ്പോൾ നമുക്ക് എന്താണ്, വിറവലുണ്ടാകും. നമുക്ക് കണ്ടങ്ങളിൽ എന്താണ്, ഭഗവാന്റെ നാമം ഉടക്കി നിൽക്കും, പുറത്തേക്ക് വരാത്ത അവസ്ഥ. നമ്മളുടെ കണ്ണിൽ കൂടെ ധാരധാരയായിട്ട് ഒഴുകും, വെള്ളം ഒഴുകും, നമ്മളുടെ രോമകൂപങ്ങൾ എണീറ്റ് നിൽക്കും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അല്ലെ. ചേതോ ഉം. ദർപ്പണ മാർജനം ഭൗമഹ ദാവാഗ്നി നിർവാപണം ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധു ജീവനം ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മാ സ്നവനം പരം വിജയതേ. ശ്രീകൃഷ്ണ സങ്കീർത്തനം. ശ്രീകൃഷ്ണ സങ്കീർത്തനം കീ ജയ്. അപ്പം ശ്രീകൃഷ്ണ സങ്കീർത്തനം എന്താണ്? ആനന്ദാംബുതി, ആനന്ദത്തിന്റെ സമുദ്രം ഇങ്ങനെ ഉയർന്ന് തിരയടിച്ച് പൊങ്ങുന്ന മാതിരി ആയിരിക്കണം ശ്രീകൃഷ്ണ ഭഗവാന്റെ സങ്കീർത്തനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റൗണ്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാസ്തവത്തിൽ പറയാം. ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നു, ഓഫീസിൽ ജോലി കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴത്തേന് വീട്ടിലെത്തുമല്ലോ. അപ്പം ഇതായ കാരണം 7 മണിക്കൂറേ ജോലിയുള്ളൂ, രാവിലെ 7 തൊട്ട് 2 വരെ. 3 വീട്ടിലെത്തും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിനും വരെ ഞാൻ എന്ത് ചെയ്യുന്നു, നന്ദഗോവിന്ദക്കാരുടെ ഭജൻസ് ഇട്ടിട്ടാണ് ഞാൻ നാമം ജപിച്ചത്. എങ്ങനെയാണ്? ആചാര്യന്മാര് ശിക്ഷാഗുരു പറഞ്ഞിട്ടുണ്ട് 16 റൗണ്ട് എല്ലാ ദിവസവും ജപിക്കണം. 16 റൗണ്ട് ഒപ്പിക്കാനായിട്ട് രാവിലെ ജപിച്ചതിന്റെ ബാക്കി ജപിച്ച് തീർത്തു. അപ്പം അതാണോ ശരിക്കും? ഞാൻ എന്റെ എക്സാമ്പിൾ പറഞ്ഞാണ്. ഞാനിപ്പം ആ, എന്താണ്, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങി അവിടെ ഇരിക്കും. നാമം ജപിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഉറക്കം വരും അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലേക്ക് ആയിട്ടില്ല. നമ്മൾ അപ്പൊ ഭഗവാനെ പറ്റി മനസ്സിലാക്കി 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 ഈ അറിവിൽ കൂടെ, അതുപോലെ നമ്മൾ കർമ്മം സേവ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലേ. സേവകൾ ചെയ്ത് ഭഗവത് ദിവ്യധാമിലൊക്കെ സന്ദർശനം നടത്തി ഇതൊക്കെ പഠിച്ച് പഠിച്ച് പല പല കർമ്മങ്ങൾ ചെയ്ത് കർമ്മമാർഗത്തിൽ കൂടെ അല്ലെങ്കിൽ സേവാ മാർഗത്തിൽ കൂടെ നമ്മള് എന്താണ്, ആ ഒരു സ്നേഹവും അത് കഴിഞ്ഞിട്ട് ഭക്തിയും കിട്ടിക്കഴിഞ്ഞ് ആ ഒരു നാമത്തിന്റെ ആ ഒരു പവർ നമ്മൾ ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കി ജപിക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് നമ്മളെ സംബന്ധിച്ചിട്ട്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിട്ട് കീർത്തനാനന്ദിക്കുന്ന ഞാൻ കീർത്തനം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ഹരിനാമം ജപിക്കുമ്പോൾ തന്നെ അവർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. അവർക്ക് വളരെ ഈസിയായി ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി ത്രിദണ്ഡി ആയിക്കഴിഞ്ഞു, ത്രിദണ്ഡി സന്യാസി ആയിക്കഴിഞ്ഞു നാമം മാത്രം ജപിക്കുന്നവരെ. അപ്പൊ അത് ജപിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്താണ്? ആനന്ദ അമ്പുതി ആയിരിക്കണം. ആനന്ദാമ്പുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. ഒരു പൂർണ്ണകുംഭം അമൃത് കഴിച്ച മാതിരിയുള്ള ആസ്വാദനമായിരിക്കണം നാമം ജപിക്കുമ്പോൾ, ഭഗവാന്റെ ദിവ്യനാമം കേൾക്കുമ്പോഴും ശ്രവിക്കുമ്പോഴും. ആ നാമരുചി എന്ന് പറയുന്ന രുചി നമുക്ക് ആർക്കും ടേസ്റ്റ് ആയിട്ടില്ല. എന്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിലെ പെർസെന്റേജ് ഉണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ നാമരുചി സ്റ്റേജിൽ
നമ്മൾ എത്തിയിട്ടില്ല, അതിനുള്ള ക്വാളിഫിക്കേഷനും ആയിട്ടില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ശ്ലോകം 30. എത്ര ധ്രുവം ഭഗവതോ ഹ്യരൂപസ്യ ചിദാത്മനാ മായാ ഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. എത്ര ധ്രുവം ഭഗവതോ ഹ്യരൂപസ്യ ചിദാത്മനഃ മായാ ഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. എത്ര ധ്രുവം ഭഗവതോ ഹ്യരൂപസ്യ ചിദാത്മനാ മായാ ഗുണൈർവിരചിതം മഹാദി മഹാദിഭിരാത്മനി. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. എത്ര ധ്രുവം ഭഗവതോ ഹരൂപസ്യ ചിദാത്മനാ മായാ ഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ ഹരേ കണ്ടത് ഞാൻ ആ വായിച്ചല്ലുണ്ട്. മാതാജി വായിച്ചില്ല. ശരി. ഏതത്രൂപം ഭഗവതോ ഹ്യരൂപസ്യ ചിദാത്മനാ മായാ ഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. ഏതദ്രൂപം അതിനകത്ത് എത്ര രൂപം എന്നല്ല. ഏതത് രൂപം അല്ലേ? ഓക്കെ, ശരിയാണ്. ഏതത് എന്നുള്ളതാണ് ശരി. ഏതത് അവയെല്ലാം, രൂപങ്ങൾ, ഭഗവതഃ ഭഗവാന്റെ, ഹി നിശ്ചയമായും, അരൂപസ്യ ഭൗതിക രൂപമില്ലാത്ത അല്ലെങ്കിൽ അരൂപൻ, ചിത് ആത്മന അതിശിയായ മായാ ഭൗതിക ശക്തി, ഗുണങ്ങളാൽ വിരചിതം നിർമ്മിച്ചു, മഹത്ത് ആദിഭി ദ്രവ്യഘടകങ്ങളാൽ, ആത്മനി ആത്മാവിൽ. അപ്പോ നമ്മൾ എന്താണ് കണ്ടത്? വിവർത്തനം. ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷമാകുന്ന ഭഗവത് വിരാട വിശ്വരൂപം എന്ന തത്വം കാൽപ്പനികമാണ്. ഭഗവാന് സ്വരൂപമുണ്ടെന്നുള്ള ആശയം ഉൾക്കൊള്ളാൻ അല്പജ്ഞാനികളെ ഇത് സഹായിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ ഭഗവാന് ഭൗതിക രൂപമില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റു പല ആൾക്കാരെയും കൊള്ളുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ്, അല്ലെ? നമ്മൾ സാധാരണ രീതിയിൽ മഹാഭാരതവും അങ്ങനെയുള്ള ഇതിഹാസങ്ങളും രാമായണവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? വളരെ സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ടുള്ള രീതിയിലാണ് അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്, അല്ലെ? അതായത് സ്ത്രീകൾക്കും, ഇനി സ്ത്രീകൾ എന്ന് പറഞ്ഞതിന് ചോദ്യം വരരുത് ചേട്ടാ, സ്ത്രീകൾക്കും അല്പബുദ്ധിയായിട്ടുള്ള ഹരേ കൃഷ്ണ. ഹരേ മാതാജി പണ്ട് അങ്ങനെ ക്ഷമിക്കണം, ഉണ്ടായിരുന്നു. സവിതാ സ്ത്രീകൾക്ക് മാതാജി ഇതിനൊന്നും ക്ഷമിക്കണം. സ്ത്രീകൾ ഇതിനകത്തൊന്നും ഇടപെടരുതെന്നല്ല ഞാൻ പണ്ട് പണ്ടൊന്നും പുസ്തകമൊന്നും ഇടപെടും. വായിക്കാനൊന്നും അർത്ഥമില്ലെന്ന്. അതെ. അപ്പൊ സ്ത്രീകൾക്കും അല്പബുദ്ധിയായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ വളരെ വളരെ സാധാരണഗതിയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ്, കഥകളുടെ രൂപത്തിലാണ് ഈ ഇതിഹാസങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെ? അതുപോലെ തന്നെ മറ്റു പല മതഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ നമ്മൾ എന്താണ് കാണുന്നത്? ഭഗവാൻ എന്താണ്? പ്രപഞ്ചരൂപിയാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. വിശ്വരൂപം അല്ലെങ്കിൽ വിരാട് രൂപം. ഇതേ ഒരു വിരാട് രൂപം നമ്മൾ ഭഗവത്ഗീതയിലെ 11ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. വിശ്വരൂപ ദർശനം, അല്ലെ? അത് ആദി വിരാട് പുരുഷ. നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഒരു മാതാജി ഉണ്ട്. ആ മാതാജി ആ ഒരു സമ്പ്രദായം ഫോളോ ചെയ്യുന്നതാണ്. ഒരു ബിന്ദു വിക്രമൻ എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നത്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അല്ലെ? മാതാജി ഇവിടെ കോട്ടയത്ത് കുമാരനെല്ലൂരുള്ള ഒരു ഗുരുവിനെ സ്വീകരിച്ചു. ആ ഗുരുവിന് പരമ്പരയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഗുരു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അദ്ദേഹത്തിന്റെ ഗുരു ഏതാണെന്ന് അറിയത്തില്ല. ഈ വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ 4 സമ്പ്രദായത്തിലും അല്ല. പക്ഷെ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ കുറച്ച് കഴിവുകൾ, ജ്യോതിഷം അറിയാം, അങ്ങനെ കുറച്ച് കഴിവുകളൊക്കെ അദ്ദേഹം ഒരു സമ്പ്രദായം അങ്ങ് തുടങ്ങി, ആദി ഗുരു എന്നുള്ള രീതിയിൽ. അപ്പം അദ്ദേഹത്തിന്റെ ഉപാസകൻ ആരാണ്? ആദി വിരാട് പുരുഷ നാരായണനാണ്, അല്ലെ? സർവ പ്രപഞ്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിർവികാരനായ രൂപമില്ലാത്ത ആ ഭഗവാൻ, അല്ലെങ്കിൽ രൂപമുണ്ടെങ്കിൽ എന്താണ്? പ്രപഞ്ചത്തിന്റെ രൂപം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ശ്ലോകം? വിഷ്ണു എവിടെയാ കേട്ടിട്ടുള്ളത്? സഹസ്രം. വിഷ്ണു വിഷ്ണു സഹസ്രം. സഹസ്രനാമത്തിൽ, അല്ലേ? അപ്പം നമോസ്ത്വനന്തായ സഹസ്രമൂർത്തേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാംനേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗ ധാരിണേ നമ.
ഈ സഹസ്ര എന്ന് പറഞ്ഞാൽ വെറും 1000 ആണോ? ആയിരക്കണക്കിന് എന്നാണ് അർത്ഥം അല്ലെ? നമോസ്തു അനന്തായ സഹസ്രമൂർത്തിയെ, നമോസ്തു അനന്തായ, ഞാൻ നമിക്കുന്നു അനന്തായ, അനന്തൻ എന്നല്ല ഉദ്ദേശിച്ചത്, അനന്തമായ, നമസ്തു അനന്തായ സഹസ്രമൂർത്തി, അനേകം രൂപങ്ങളുള്ളവനെ, സഹസ്രപാദ അക്ഷി ശിരോ ഒരു ബാഹവേ, സഹസ്ര ആയിരക്കണക്കിന് കൈകളും കാലുകളും തലകളും, ശിരോരു ബാഹവേ സഹസ്രനാംനേ പുരുഷായ ശാശ്വതേ, ആയിരക്കണക്കിന് നാമങ്ങളുള്ളവനെ, സഹസ്ര കോടിയുഗധാരിണി നമ, എത്ര കോടി കോടി വർഷങ്ങളിൽ യുഗങ്ങളിലും എല്ലാം ഉള്ളവനെ, നിറഞ്ഞു നിൽക്കുന്നവനെ, അങ്ങനെയുള്ള സാക്ഷാൽ ആദിവിരാട് പുരുഷായ നാരായണായ നമഃ. അപ്പം അവര് ഈ ഒരു ശ്ലോകമാണ്, ഇതുപോലെ കുറെ ഭഗവാന്റെ വിശ്വരൂപവുമായിട്ട് ബന്ധപ്പെട്ട ശ്ലോകങ്ങളാണ് അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അവർക്ക് മൂലമന്ത്രമായിട്ട് കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അവര് ഭഗവാൻ ഒരുപാട്, നമ്മൾ ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനത്തിന്റെ സമയത്ത് അർജുനൻ കാണുന്ന ആ ദേവാദിദേവന്മാരും 33 ദേവകളും സർവ്വ പ്രപഞ്ചങ്ങളും സർവ്വ ജീവജാലങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു രൂപത്തെയാണ് അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പം അങ്ങനെ ഒരു രൂപം യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഉം. അതെന്താ അങ്ങനെ? അല്ല, അങ്ങനെ അർജുനനപ്പൊ ആ രൂപം വെറുതെ കാണിച്ചു കൊടുത്തതാ? അർജുനൻ ആ രൂപം കാണിച്ചു കൊടുത്തു. കാര്യം ആ, ആ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അത് തികച്ചും ഈ പ്രപഞ്ച രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ച ശാശ്വതമാണോ? ഈ പ്രപഞ്ചങ്ങൾ ഒന്നും തന്നെ ശാശ്വതമല്ല, അതെല്ലാം നശിക്കുന്നതാണ്. അപ്പൊ ഭഗവാൻ നശിക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യം വരും അല്ലെ? പ്രപഞ്ചം നശിക്കുന്നത് കൂടെ പ്രപഞ്ച സ്വരൂപനായ ഭഗവാനും നശിക്കില്ലേ? പ്രപഞ്ചത്തിന് നാശമുണ്ട്. അപ്പൊ പ്രപഞ്ച സ്വരൂപനായ ഈ ഭഗവാനും നശിക്കും എന്നുള്ളൊരു ചൊല്ല് അതിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വിശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വത്തിന്റെ രൂപമുള്ള ഭഗവാൻ, വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഉം. ആ വിശ്വസ്വരൂപനായിട്ടുള്ള ഭഗവാൻ, പ്രപഞ്ച സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഇല്ല എന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ ഒരു രൂപത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് അദ്വൈതികളും നിരാകാരവാദികളും മറ്റുള്ള മതസ്ഥരും ഉണ്ട്. നമ്മളുടെ ചുറ്റും കാണുന്ന മറ്റുള്ള നമ്മുടെ സഹോദര മതസ്ഥരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഒരു രൂപത്തിലാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അവരൊക്കെ എന്താണ്? ഭഗവാന് ഈ രൂപമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവര് മെഡിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെ രൂപം വന്നു? നമുക്ക് രൂപം ഉണ്ടോ ഇല്ലയോ? നമുക്ക് രൂപം ഉണ്ടല്ലേ? എനിക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോ അറിയാം എനിക്കൊരു രൂപം ഉണ്ടെന്നല്ലേ? അല്ലെ, ഞാൻ കണ്ണാടി നോക്കുമ്പോൾ മനസ്സിലായി എനിക്കൊരു രൂപം ഉണ്ടെന്നല്ലേ? എനിക്ക് ഈ രൂപം വരാൻ കാര്യം എന്താണ്? എന്റെ അച്ഛൻ ഒരു രൂപം ഉണ്ടായിരുന്നു അല്ലെ? എന്റെ അച്ഛൻ ഒരു രൂപമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കും ആ ഒരു സ്വരൂപം കിട്ടി. അച്ഛൻ എങ്ങനെ രൂപം കിട്ടി? അച്ഛന്റെ അച്ഛന് ഇതേപോലെ സ്വരൂപമുള്ള ഒരു വ്യക്തി ആയിരുന്നു. അദ്ദേഹത്തിന്റെ എങ്ങനെ കിട്ടി? അദ്ദേഹത്തിന്റെ അച്ഛൻ ഇങ്ങനെ ചെന്ന് എവിടേക്കാണ് ചെല്ലുന്നത്? ബ്രഹ്മദേവനിലേക്ക് അല്ലെ? ബ്രഹ്മദേവനിലേക്ക് ഇന്ന് ബ്രഹ്മദേവന്റെ പിതാവ് ആരാണ്? ഭഗവാൻ. ബ്രഹ്മദേവന് രൂപം കിട്ടിയത് എങ്ങനെയാണ്? ഭഗവാനാണ് ബ്രഹ്മദേവന് രൂപം കൊടുത്തത് അല്ലെ? അപ്പൊ നമ്മളുടെ ആദിമ പിതാവായിട്ടുള്ള ഭഗവാന് രൂപമില്ലാത്ത വ്യക്തിയാണോ? അല്ല, ഒരിക്കലുമല്ല. രൂപമുള്ള വ്യക്തിക്കേ ഉള്ളൂ എന്താണ് ഈ പറയുന്ന രൂപമുള്ള വ്യക്തികളെ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? നമ്മളുടെ പിതാവിന് രൂപമില്ല എങ്കിൽ നമ്മളും എന്താണ് രൂപമില്ലാത്ത വ്യക്തിത്വങ്ങളായി മാറിയേനെ. അപ്പൊ നമ്മളുടെ പരംപിതാവായിട്ടുള്ള ഭഗവാന് തീർച്ചയായിട്ടും രൂപമുള്ളത് കൊണ്ടാണ് ഈ രൂപമുള്ള ഇത്രയും സൃഷ്ടികൾ ഇവിടെ ഉണ്ടായത്. അതാണ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം സത് ചിത് ആനന്ദ വിഗ്രഹ. രൂപമുണ്ട്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപമുണ്ട്. വിഗ്രഹ ഗ്രഹിക്കാൻ പറ്റിയ ഒരു രൂപമുണ്ട്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ എന്താണ്? ദ്വിഭുജ മുരളീധര ത്രിഭംഗ ശ്യാമസുന്ദര രൂപത്തില് ഗോലോക വൃന്ദാവനത്തിൽ ഗോവിന്ദനായിട്ടിരിക്കുന്നു. അതേസമയം അനന്തകോടി വൈകുണ്ഠ ലോകങ്ങളിൽ വിഷ്ണുവായിട്ട് വിരാജിക്കുന്നു, അല്ലെങ്കിൽ നാരായണനായിട്ട് വിരാജിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും, സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാവരുടെയും ജീവജാലങ്ങൾ, എല്ലാ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ടും വസിക്കുന്നു ഒരേ സമയം. ഇത് ഭഗവാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭഗവാൻ, പ്രപഞ്ചം മുഴുവൻ സ്ഥിരീകരിക്കുന്ന ഭഗവാൻ
പ്രപഞ്ചത്തിന്റെ സ്വരൂപം, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് കാണാൻ പറ്റുമോ? നമ്മളുടെ ഈ കണ്ണുകൾ കൊണ്ട് പ്രപഞ്ചം, ഭഗവാന്റെ ശക്തികളാണ് ഇത് മുഴുവൻ. പ്രകൃതി ശക്തി മുഴുവനും ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ പ്രകൃതിയെ സൃഷ്ടിച്ചത് ഭഗവാനാണ് അല്ലെ. പ്രകൃതിയുടെ ശക്തികളെ മുഴുവനും ഭഗവാന്റെയാണ്. ഈ ജലം, വായു, പഞ്ചഭൂതങ്ങളെ, പഞ്ചതത്വങ്ങളെ, മഹത്തത്വങ്ങൾ, 96 തത്വങ്ങൾ, ഇതെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലെല്ലാം ഭഗവാൻ എന്താണ്, ജീവനുള്ളവയിലും ജീവനില്ലാത്തതിലും എല്ലാം ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന തത്വത്തെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പ്രപഞ്ച സ്വരൂപമാണ്, നിർവികാരമാണ്, രൂപമില്ലാത്ത അവസ്ഥയിലാണ്. രൂപമില്ലാത്ത അവസ്ഥയിൽ ഉള്ള ആളെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പം ആ രൂപമില്ലാത്ത അവസ്ഥയുടെ ഒരു പേഴ്സണോഫൈഡ് ഫോമാണ് എന്താണ് വിശ്വരൂപം അല്ലെങ്കിൽ വിരാട് രൂപം എന്ന് പറയുന്നത്. അത് അർജുനന് വേണ്ടിയിട്ട് മാത്രം ഭഗവാൻ കാണിച്ചു കൊടുത്താണ്. മറ്റാരും ഇത് കണ്ടിട്ടില്ല എന്ന് വിശ്വരൂപ ദർശനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. ഞാൻ ഇത് നിനക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നാണെന്ന് പറയും. അർജുനൻ ആവശ്യപ്പെട്ടിട്ടാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അർജുനൻ ഇതെല്ലാം കൂടെ കണ്ട് പേടിയാകുന്നു. കണ്ടു കഴിഞ്ഞാൽ അർജുനൻ വരെ പേടിയായി പോയി ഇത് കണ്ടിട്ട്. നിനക്ക് ഞാനിത് കാണാനായിട്ട് സാധാരണ നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യ ചക്ഷുഷ് തരുന്നു എന്നാണ് പറഞ്ഞത്. ദിവ്യ ചക്ഷുഷ് തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അർജുനൻ ഭയന്നിട്ട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എനിക്കിനി ഇത് താങ്ങാനായിട്ട് പറ്റുന്നില്ല എന്റെ കർണങ്ങൾക്ക്. അങ്ങ് ഈ രൂപം പിൻവലിച്ചിട്ട് അങ്ങ് ചതുർഭുജ നാരായണ രൂപത്തിൽ എനിക്ക് ദർശനം തരൂ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ചതുർഭുജ നാരായണ രൂപത്തിൽ അർജുനന് ദർശനം കൊടുത്തു. അത് കഴിഞ്ഞ് അർജുനന്റെ ഡിമാൻഡ് എന്താണ്? അങ്ങയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് അങ്ങ് തിരിച്ചു വന്നാലും എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥ രൂപം ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ. അതായത് യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിഭുജ ശ്യാമസുന്ദര മുരളീധര ത്രിഭംഗ രൂപത്തിലേക്ക് അദ്ദേഹം വീണ്ടും വന്നു. അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിൽ എങ്ങനെയാണോ അതേ സ്വരൂപത്തിൽ തന്നെയാണ് ഈ ഭൂലോക വൃന്ദാവനത്തിൽ അദ്ദേഹം അവതരിച്ചത്. അതേ സ്വരൂപത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷൻ തന്നെ ഈ 5500 വർഷങ്ങൾക്ക് മുൻപേ നമ്മളുടെ കൂടെ, നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്തായിരുന്നു അദ്ദേഹം ലീലകളാടിയിരുന്നെന്ന് നമുക്കിപ്പോ എന്താണ് അഭിമാനിക്കാം അല്ലേ? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷമാകുന്ന ഭഗവത് വിശ്വരൂപ ദർശന തത്വം കാൽപ്പനികമാണ്. അത് വെറും കാൽപ്പനികമാണ്, ചിന്തിച്ചു ഉണ്ടാക്കിയ ഒരു രൂപമാണ് അതല്ലേ. ഭഗവാന് സ്വരൂപമുണ്ടെന്ന ആശയം ഉൾക്കൊള്ളാൻ അല്പജ്ഞാനികളെ ഇത് സഹായിക്കുന്നു. അപ്പം അല്പജ്ഞാനികൾക്ക്, നമ്മൾ മുമ്പേ പറഞ്ഞില്ല, രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കുന്ന അല്പജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള കാൽപ്പനികങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പഠിപ്പിച്ചത്. കാര്യം ബുദ്ധമതത്തിന്റെ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യര് അസത്യം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അദ്ദേഹം ആ ഉദ്യമം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ട് പൂർത്തിയാക്കി എന്ന് നമ്മൾ കണ്ടാൽ മാത്രം മതി. എന്നാൽ വാസ്തവത്തിൽ ഭഗവാന് ഭൗതിക രൂപം ഇല്ല. നമ്മുടെ ശരീരവും ആത്മാവും രണ്ടും രണ്ടാണ്. നമ്മുടെ ആത്മാവും പരമാത്മാവും രണ്ടും രണ്ടാണ്. ഈ ദ്വന്ദ്ങ്ങൾ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് രണ്ടും രണ്ടാണ്. എന്നാൽ ഭഗവാന്റെ ഭൗതിക ശരീരവും ആത്മാവും എല്ലാം ഒന്നാണ്, വ്യത്യാസമില്ല. അത് അതീന്ദ്രിയമാണ്. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന രീതിയിലുള്ള ശരീരമല്ല, നശിക്കുന്ന ശരീരമല്ല ഭഗവാന്റേത്. ഭഗവാന് ജന്മവുമില്ല, മരണവും ഇല്ല, ജനനവും ഇല്ല, മരണവും ഇല്ല, ഒന്നുമില്ല അല്ലെ. ഭഗവാൻ ഒരു അവതാരത്തിൽ നിന്ന് മറ്റു അവതാരത്തിലേക്ക് മാറുന്നു. ഒരു തിരിയിൽ നിന്ന് അനേകം തിരികൾ, ദീപാർച്ചിരേവ ഹി ദശാന്തരം അപ്രമേയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം ബ്രഹ്മസംഹിതയിൽ എന്താണ് പറയുന്നത്? ഒരു ദീപത്തിൽ നിന്ന് അനേകം ദീപങ്ങൾ കൊളുത്തി വെച്ചു കഴിഞ്ഞാലും ആദ്യ കത്തി നിൽക്കുന്ന ആ ദീപത്തിന്റെ പ്രഭാവയ്ക്ക് ഒരു ഒട്ടും കുറവ് വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഭഗവാനിൽ നിന്ന് അസംഖ്യം അവതാരങ്ങളും സ്വാംശാവതാരങ്ങളും വിഭിന്ന അംശങ്ങളും മമാംശവും വിഭിന്നാംശവും അങ്ങനെ അല്പ അംശമായിട്ടുള്ള പലതരത്തിലുള്ള അംശവും കലകളും അങ്ങനെയുള്ള പല അവതാരങ്ങളും ഭഗവാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ പൊട്ടൻസിക്ക് യാതൊരു കുറവും വരുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്റെ ഭാവാർത്ഥം, വിരാട രൂപം അഥവാ വിശ്വരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന ഭഗവത് തത്വം ഭഗവാന്റെ വിഭിന്ന അവതാരങ്ങളുടെ കൂടെ പ്രതിപാദിക്കാത്തത്
എന്തെന്നാൽ മുകളിൽ പ്രസ്താവിച്ച എല്ലാ ഭഗവത് അവതാരങ്ങളും അതീന്ദ്രിയങ്ങളാണ്. മാത്രമല്ല അവയുടെ സ്വരൂപങ്ങളിലൊന്നും ഭൗതികതയുടെ കലർപ്പുമില്ല. ബദ്ധാത്മാവിനുള്ളതുപോലെ തന്നെ ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു വേർതിരിവും അവ തമ്മിലില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. വിരാട രൂപം കനിഷ്ഠ അധികാരികൾക്ക് അഥവാ അഭിനവ ആരാധകർക്ക് സങ്കല്പിക്കാനുള്ളതാകുന്നു. വളരെ വ്യക്തമാണ് അല്ലെ? വിരാട രൂപം എന്ന് പറഞ്ഞാൽ കനിഷ്ഠ അവതാരം, അതായത് ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്കും അല്പബുദ്ധിയായിട്ടുള്ളവർക്കും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അഭിനവ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ന്യൂ കമേഴ്സിന് ഇത് സംബന്ധിച്ച് 2-ാം സ്കന്ധത്തിൽ വിവരിച്ചിരിക്കുന്നു. വിരാട് സ്വരൂപത്തിൽ ഭൗതിക ആവിഷ്കൃതങ്ങളായ വിഭിന്ന ഗ്രഹങ്ങളെ ഭഗവാന്റെ ഊരുക്കൾ, ബാഹുക്കൾ തുടങ്ങിയവയായി സങ്കല്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഔവണ്ണമുള്ള സർവ വിവരണങ്ങളും കനിഷ്ഠാധികാരികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതായത് ഉത്തമാധികാരി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഭക്തൻ, മധ്യമാവതാരിയുണ്ട്, കനിഷ്ഠാവതാരിയുണ്ട്. മധ്യമാവതാരിന് ഏകദേശം ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ആൾക്കാര്. എന്നാൽ കനിഷ്ഠാധികാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇതിൽ പുതിയതായിട്ട് വന്ന ആൾക്കാര്. അപ്പൊ അങ്ങനെയുള്ള കനിഷ്ഠാധികാരികൾ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ഈ വിശ്വരൂപമൊക്കെ. വിരാട് സ്വരൂപത്തിൽ ഭൗതിക ആവിഷ്കൃതങ്ങളായ വിഭിന്ന ഗ്രഹങ്ങളെ ഭഗവാന്റെ ഊരുക്കൾ, ബാഹുക്കൾ തുടങ്ങിയവയെ സങ്കല്പിച്ചിരിക്കുന്നു. ഭഗവാന്റെ കൈകളാണ് ഇന്ന പ്രദേശങ്ങളിൽ, ഭഗവാന്റെ എന്താണ് ഉദരമാണ് ഈ സർവ പ്രപഞ്ചങ്ങളും, ഭഗവാന്റെ രോമങ്ങളാണ് സസ്യജാലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ വർണ്ണന കാണാം. യഥാർത്ഥത്തിൽ ഔവണ്ണമുള്ള സർവ്വ വിവരണങ്ങളും കനിഷ്ഠാദികളെ ഉദ്ദേശിച്ചാണ്. ദ്രവ്യത്തിനുപരിയായി യാതൊന്നും തന്നെ സങ്കല്പിക്കാൻ അഭിനവ ഭക്തർക്ക് കഴിയില്ല. അവർക്കെല്ലാം കമ്പയർ ചെയ്യാനായിട്ട് ഒരു ദ്രവ്യം വേണം അല്ലെ? അതായത് ഈ പ്രപഞ്ചത്തോട് സങ്കല്പിക്കാൻ പ്രപഞ്ച രൂപമാക്കി മാറ്റി, അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളോട് ഉപമിക്കാൻ ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ. നമ്മൾ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പറഞ്ഞിട്ട് ഭഗവാന്റെ 10 അവതാരങ്ങളെ നമ്മൾ പഠിക്കത്തില്ലേ? നമ്മൾ കണ്ടു ഭയങ്കര വലിയ തത്വമായിട്ട് ഓരോരുത്തരും ഇതിനകത്തൊക്കെ ഷെയർ ചെയ്ത് ഈ അടുത്ത നാളും കണ്ടു അല്ലെ? ഒരമ്മ മകന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഒരു പോസ്റ്റ് കണ്ടല്ലേ? വെള്ളത്തിൽ നിന്ന് ആദ്യം ഉണ്ടായി മത്സ്യാവതാരം, വെള്ളവും കരയ്ക്കും ജനിച്ചു വളർന്നു, അപ്പം കൂർമാവതാരം, പിന്നെ അടുത്തത് കരയിൽ മാത്രമുള്ള ജീവി, ആദ്യത്തെ ജീവി വരാഹം, അത് കഴിഞ്ഞിട്ട് നരസിംഹം, പകുതി മൃഗവും പകുതി മനുഷ്യനും, അത് കഴിഞ്ഞിട്ട് വാമനൻ, അത് ആദ്യത്തെ മനുഷ്യൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുള്ളനായ മനുഷ്യനായിരുന്നു. അതിനുശേഷം അടുത്തത് പരശുരാമൻ, അമ്പും വില്ലും എയ്ത് വേട്ടയാടി ജീവിക്കുന്ന മനുഷ്യനായിട്ട്. പിന്നെ അടുത്തത് ബലരാമൻ, കർഷകനായിട്ടുള്ള ബലരാമൻ കലപ്പയും ഏന്തി വരുന്നു. പിന്നെ പൂർണ്ണ അധികാരത്തോടു കൂടിയുള്ള രാജാവായിട്ട് മര്യാദയോടുകൂടി ജനിച്ച ശ്രീരാമചന്ദ്രൻ. പിന്നെ എന്താണ് സർവ പവറോടും കൂടി വന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, അതായത് രാജാവും ഭഗവാനും എല്ലായിട്ട് വന്ന ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ. അങ്ങനെ ആണ് ആ ദശാവതാരത്തെ അവര് കണ്ടിരുന്നത്, ഇവരൊക്കെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും അല്പബുദ്ധിയായിട്ടുള്ള ആൾക്കാർക്കും ഈ ദശാവതാരം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ ഭൗതികമായിട്ടുള്ള ഒന്നിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യത്തെയും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് ശ്രീല പ്രഭുപാദിന് നമുക്ക് യാതൊരു അധികാരവും തന്നിട്ടില്ല. അത് വളരെ ലോ ആയിട്ടുള്ള പ്രൊഫൈലായിട്ടുള്ള ബുദ്ധിയുള്ള വിവരമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം പടച്ചു വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് അദ്ദേഹം നഖശിഖാന്തരം അതിനെ വിമർശിക്കുന്നു. കാര്യം എന്താണ്? ഭഗവാൻ ഭൗതികതയുടെ തലത്തിലേ അല്ല. ഇത് ഭൗതികമായിട്ടുള്ള ലെവലിലുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടും ഭഗവാനെ ഉപമിക്കാനോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്. എന്നാൽ ബാഹ്യമായ ഭൗതിക രൂപം ഇരു കൂട്ടർക്ക് ഭഗവാനും ജീവാത്മാവിനും കാൽപ്പനികമാണ്. ബദ്ധാത്മാക്കളുടെ നിലവിലെ രൂപവും വാസ്തവികമല്ല. വിരാട സ്വരൂപം എന്ന ഭഗവാന്റെ ഭൗതിക ശരീര തത്വം കാൽപ്പനികമാണെന്ന് നിർണയിച്ചിരിക്കുന്നു. ഭഗവാനും ജീവാത്മാക്കളും ചേതനാത്മാക്കളാണെന്ന് മാത്രമല്ല, അവയ്ക്ക് വാസ്തവികമായ ആത്മീയ ശരീരവും ഉണ്ട്. അപ്പം ഭഗവാനും അതുപോലെ തന്നെ ഭഗവാന്റെ സൃഷ്ടിയായിട്ടുള്ള അംശങ്ങളായിട്ടുള്ള നമ്മൾ ജീവാത്മാക്കൾക്കും എന്താണ് ശരീരവും ഉണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ആത്മീയ ശരീരമുണ്ട്. നമ്മൾ ഈ പറയുന്ന സ്ഥൂലമായ ശരീരം ഉണ്ട്, സൂക്ഷ്മമായ ശരീരവുമുണ്ട്. ഭഗവാന് അത് എല്ലാം ഒന്നാണ്, നമുക്കതെല്ലാം രണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ശരീരം നശിച്ചു പോകുന്നതാണ്, ഭഗവാന്റെ ശരീരം നശിക്കാത്തതാണ്, ആത്മീയ ശരീരമാണ്. ഇത്രയും മനസ്സിലാക്കുക. ഇനി 31-ാമത്തെ ശ്ലോകങ്ങളുടെ കൂടി ഉണ്ട്.
അത് നമുക്ക് നോക്കാം. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോ നിലേ ഏവം ദ്രഷ്ടരി ദൃശ്യത്വാമാരോപിത മബുദ്ധിഭിः. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോ നിലേ ഏവം ദ്രഷ്ടരി ദൃശ്യത്വാമാരോപിതമബുദ്ധിഭിः. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോ നിലേ ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭിः. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. യഥാ നഭസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോ നിലേ ഏവം ദൃഷ്ടരി ദൃശ്യത്വമാരോപിതമാ ബുദ്ധിഭിः. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യഥാ രൂപത്തിൽ നഭസിൽ മേഘ ഓഘ മേഘക്കൂട്ടങ്ങൾ രേണു പൊടിപടലങ്ങൾ വാ അത്രത്തോളം പാർത്ഥിവഹ ചേറായ അല്ലെങ്കിൽ പങ്കിലമായ അനിലേ വായുവിൽ ഏവം അപ്രകാരം ദ്രഷ്ടരി ദാർശനികന ദൃശ്വത്വം ദർശിക്കുന്നതിനായി ആരോപിതം വ്യജ്ഞിപ്പിച്ചു. അമ്പുതിഭി അല്പജ്ഞാനികളാൽ. അപ്പം വിവർത്തനം നമുക്ക് നോക്കാം. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. മേഘങ്ങളുടെയും പൊടിപടലങ്ങളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് വായുവാണ്. എന്നാൽ ആകാശം മേഘാവൃതവും വായു പൊടിപടലങ്ങളാൽ പങ്കിലമാണെന്നും അല്പജ്ഞാനികൾ അഭിപ്രായപ്പെടുന്നു. അതേപോലെ ഭൗതിക ശരീര തത്വങ്ങളെ അവർ ചേതനാത്മാക്കളിൽ നിവേശിപ്പിച്ചിരിക്കുന്നു. ഭാവാർത്ഥം നമുക്ക് നോക്കാം. ആത്മസമ്പൂർണനായ ഭഗവാനെ നമ്മുടെ ഭൗതിക നേത്രങ്ങളാലോ ഇന്ദ്രിയങ്ങളാലോ ദർശിക്കാൻ സാധ്യമല്ലെന്ന് ഇവിടെ വീണ്ടും ഊന്നി പ്രസ്താവിക്കുന്നു. ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മീയ സ്ഫുലിംഗത്തെ പോലും തിരിച്ചറിയാൻ നമുക്ക് കഴിവില്ല. ആകയാൽ ജീവാത്മാക്കളുടെ സാന്നിധ്യം അതിന്റെ സ്ഥൂല ശരീര സാന്നിധ്യത്തിൽ നാം അംഗീകരിക്കണം. അതേപോലെ നിലവിലുള്ള ഭൗതിക നേത്രത്താൽ അഥവാ ഭൗതിക ഇന്ദ്രിയത്താൽ ഭഗവാനെ ദർശിക്കാൻ ഇച്ഛിക്കുന്ന ഏതൊരാളും വിരാട സ്വരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന അതിബൃഹത്തായ ബാഹ്യസ്വരൂപ സവിശേഷതയെ ധ്യാനിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ദൃഷ്ടാന്തരമായി ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനായാസന അത് ദർശിക്കാനാവും. അങ്ങനെ വാഹനത്തിനോടൊപ്പം അതിനുള്ളിരിക്കുന്ന വ്യക്തിയെ അനായാസന തിരിച്ചറിയാം. പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി സഞ്ചരിക്കുമ്പോൾ രാഷ്ട്രപതി അതിലുണ്ടെന്ന് നാം പറയും. കാലോചിതമായി നാം വാഹനത്തോടൊപ്പം രാഷ്ട്രപതിയെയും തിരിച്ചറിയും. അതേപോലെ തന്നെ ആവശ്യം വേണ്ടുന്ന യോഗ്യതകളില്ലാതെ ഭഗവാനെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ അന്തർവർത്തിയും ബാഹ്യവർത്തിയും എന്ന് വരികിലും ഭഗവത് സ്വരൂപമായ അതിബൃഹത്തായ വിശ്വപ്രപഞ്ചത്തെ പ്രാഥമികമായി ദൃശ്യമാകുന്നു. അതുമായി ബന്ധപ്പെട്ട ആകാശത്തിലെ മേഘങ്ങളെയും ആകാശത്തിന്റെ നീലിമയെയും ഗ്രഹണം ചെയ്യാം. ആകാശത്തിന്റെ നീലിമയും ആകാശവും സ്വയം വിഭിന്നങ്ങളാണെങ്കിലും നാം ആകാശത്തെ നീലയായി സങ്കല്പിച്ചിരിക്കുന്നു. എന്നാൽ അത് സാധാരണക്കാരന്റെ പൊതുസങ്കല്പം മാത്രമാണ്. ഇവിടെ ഒരു ഉപമയാണ് ഉപമിച്ചിരിക്കുന്നത് അല്ലെ. ഉപമ എന്താണ്? ഈ ഉപമയെ കൊണ്ട് ഉദ്ദേശിക്കുന്ന തത്വം എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം. കാര്യം ഭഗവാനെ സ്വരൂപമില്ലാതെ നമ്മളിപ്പം ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മേഘങ്ങൾ ചിലപ്പോൾ ഒരു 5 കിലോമീറ്റർ മുകളിൽ മേഘങ്ങൾ കാണുമെന്ന് നമ്മൾ ഇവിടെ നിന്ന് ചിലപ്പോൾ വിചാരിച്ചു എന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ കുന്നിന്റെ മുകളിൽ ഇരുന്ന് ഒരു തോട്ടിക്കോലൂടെ ഉണ്ടെങ്കിൽ ആ മേഘത്തെ തൊടാമെന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിട്ടിരിക്കുന്നുള്ളവരായത് കാരണം സവിതാ മാതാജിക്ക് അറിയാം. പത്മമാതാജി ഇനി എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അറിയാം, നമ്മള് പോകുന്ന അതേ ലെവലിൽ നമുക്ക് മേഘങ്ങളെ കാണാം അല്ലെ. അതിന്റെ മുകളിലോട്ട് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ അവിടെ നീലാകാശം കാണും അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്റ്റേജിലൂടെ മുകളിലോട്ട് പൊങ്ങി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ മേഘങ്ങളെ ഒരുപാട് കിലോമീറ്റർ താഴെ ആക്കിയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് അതിന്റെ മുകളിലായിരിക്കും. അതിന്റെ മുകളിൽ നീലാകാശം കിടപ്പുണ്ട് അല്ലെ. നീലാകാശം എന്ന് പറയുന്നത് ഒരു തോന്നല് മാത്രമാണ്. ഇവിടെ വേറൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണ് അല്ലെ. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ ആ വാഹനത്തിൽ ഇരിക്കുന്ന ആൾക്കല്ല ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ ഇവിടെ പറഞ്ഞ ശരീരമാണ് വാഹനം. അതിലിരിക്കുന്ന ഓടിക്കുന്ന ആളാരാണ്? ആത്മാവ് അല്ലെ.
ആത്മാവാണ് ഓടിക്കുന്നത്. ഡ്രൈവർ എന്ന് പറയുന്ന ആത്മാവ്, ഈ ശരീരം എന്ന് പറഞ്ഞ വാഹനം. അപ്പൊ നമ്മള് വാഹനത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ ഓടിക്കുന്ന ആൾക്കാണോ പ്രാധാന്യം കൊടുക്കുക? അത് ഓടിക്കുന്ന ആളുടെ പേരിൽ വേണം അറിയപ്പെടുന്നത്. വാഹനത്തിന്റെ പേരിലല്ല എന്തറിയപ്പെടുന്നത്, നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ. ഓടിക്കുന്ന ആളുടെ പേരിൽ അറിയപ്പെടുന്നത് അല്ലെ. ഓടിക്കുന്ന ആള് ആത്മാവ്. ആ ആത്മാവ് ആരുടെ സ്വരൂപമാണ്? ഭഗവാന്റെ സ്വരൂപമാണ്. അപ്പം ഒരു സ്വരൂപമുള്ള ഒരു വാഹനത്തിൽ ഇരിക്കുന്ന ആൾക്ക് സ്വരൂപമുള്ളത് കൊണ്ടാണ് ആ ഒരു രൂപത്തിലുള്ള ഒരാൾക്ക് അതിനെ ഓടിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മേഘങ്ങളെയും പൊടിപടലങ്ങളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് വായുവാണ്. എന്നാൽ വായുവിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇല്ല. എന്നാൽ ആകാശം മേഘാവൃതമായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. വായു പൊടിപടലങ്ങളാൽ പങ്കിലമാണെന്നും അല്പജ്ഞാനികൾ അവകാശപ്പെടുന്നു. അപ്പൊ ഈ വായുവിലേക്ക് അത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പൊടിപടലങ്ങൾ എവിടെയാ ഉള്ളത്? അതിലങ്ങ് അലിഞ്ഞു ചേർന്നു. അപ്പൊ വായു പൊടിപടലങ്ങളാൽ പങ്കിതമാണ് എന്ന് നമുക്ക് തോന്നുന്ന എന്താണ്? അതൊരു പ്രത്യേക ഒരു മൊമെന്റിലാണല്ലോ അല്ലെ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ലയിച്ച് അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊടിപടലങ്ങൾ എവിടെ ഉണ്ട്? അവശേഷിക്കുന്നേ ഇല്ല. വായുവിലങ്ങ് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു അല്ലെ. അപ്പൊ ആ പൊടിപടലങ്ങൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? അല്പജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവാന് ഈ രൂപമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ധാരണ കൊടുക്കുന്നത്. അപ്പൊ ഒരാളെ കൃഷ്ണാബോധത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മനസ്സിലാകാത്ത അല്പജ്ഞാനിയായിട്ടുള്ള ആൾക്കാർക്കോ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഈ രൂപമില്ലാത്ത അവസ്ഥയിൽ, അതായത് നമ്മളെ വാഹനത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, വാഹനം ഓടിക്കുന്ന ഡ്രൈവറെ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് വേണേൽ അവരെ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും അത് ഓടിക്കുന്ന ആൾക്കാരന് ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി പതിയെ കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആ ഒരു സെന്റൻസ് തന്നെ നമുക്ക് വായിക്കാം. പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി സഞ്ചരിക്കുമ്പോൾ രാഷ്ട്രപതി അതിലുണ്ടെന്ന് കാലോചിതമായി നാം വാഹനത്തോടൊപ്പം രാഷ്ട്രപതിയെയും തിരിച്ചറിയും. അതേപോലെ തന്നെ ആവശ്യം വേണ്ടുന്ന യോഗ്യതകളില്ലാതെ ഭഗവാനെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നപ്പോൾ ഭഗവാൻ അന്തർവർത്തിയും ബാഹ്യവർത്തിയും എന്ന് വരികിലും ഭഗവത് സ്വരൂപമായ അതിബൃഹത്വായ വിശ്വപ്രപഞ്ചത്തെ പ്രാഥമികമായി ദൃശ്യമാക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം എന്താണ് അതിന്റെ അർത്ഥം? യോഗ്യതകളില്ലാത്ത ആൾക്കാര്, അതായത് ഇതൊന്നും മനസ്സിലാക്കാനോ ഒന്നും കഴിവില്ലാത്ത ആൾക്കാര് ഭഗവാനെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ അന്തർവർത്തിയും ബാഹ്യവർത്തിയും എന്ന് വരികിലും, ഭഗവാന് ഉള്ളിലും പുറത്തും എല്ലാ സ്ഥലത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നു ആണെങ്കിലും ഭഗവത് സ്വരൂപമായ അതിബൃഹത്തായ വിശ്വപ്രപഞ്ചത്തെ പ്രാഥമികമായി ദൃശ്യമാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അവരെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൃഷ്ണാബോധത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണം നമുക്ക് കൊണ്ടുവരാനായിട്ട്. അവരോട് ഈ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ദേവതമാരൊക്കെ അദ്ദേഹത്തിന്റെ അംശങ്ങളാണ്, ആജ്ഞാനവർത്തികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അവർ ഉൾക്കൊള്ളത്തില്ല, അവരെ വിശ്വസിക്കത്തില്ല, അംഗീകരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ശങ്കരാചാര്യർ ഈ ഫിലോസഫി കൊണ്ടുവരാണ്ട് ബുദ്ധമതത്തെ ഒതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പൊ അതേ കാര്യം തന്നെ അല്പജ്ഞാനികളുടെ ആൾക്കാർക്ക്, അതായത് നമ്മളും ഭഗവാനും ഒന്നാകുമെന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞ വേറൊരു പ്രവചനം അല്ലെ. ജീവാത്മാവും പരമാത്മാവും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നാകും. അപ്പൊ ഈ യോഗയൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാർ മാക്സിമം ചെല്ലുന്ന എവിടെയാണ്? ഭഗവാന്റെ ഒരു ഗുണവുമില്ലാത്ത നിർഗുണ പരബ്രഹ്മത്തിൽ ആണ് അവര് പോയി ലയിക്കുന്നത്. സായൂജ്യമുക്തിയിലാണ് പോയി അവര് ചെന്ന് ചേരുന്നത് അല്ലെ. സായൂജ്യമുക്തിയിൽ ചെന്ന് ലയിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണ്? അവിടെ ആത്മാവിന് പ്രവർത്തിക്കാനായിട്ടൊന്നുമില്ല. അവിടെ പ്രത്യേകിച്ച് എന്താണ്? ഒരു ലയനം മാത്രമേ ഉള്ളൂ, യാതൊരു ആസ്വാദനവും ഇല്ല. ആത്മാവിന്റെ ത്വര എന്താണ്? ഈ ആത്മാവ് ആരുടെ അംശമാണ്? ആത്മാവ് ആരുടെ അംശമാണ്? ഭഗവാന്റെ അംശമാണ് അല്ലെ. ഭഗവാന്റെ ഒരു പ്രത്യേക സവിശേഷത, ഭഗവാൻ എന്താണ്? സർവ ആസ്വാദകനാണല്ലേ. ഭോക്താരാം യജ്ഞ തപസ്സാം. അത് തീർച്ചയായിട്ടും നമുക്കും
ആസ്വാദന സ്വഭാവം ഉണ്ടാകാതിരിക്കില്ലല്ലോ അല്ലെ? നമ്മളുടെ ഉം. അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ള നമുക്കും കുറച്ചൊക്കെ കിട്ടത്തില്ലേ? എന്ന് പറഞ്ഞാൽ ഭഗവാന് അത് പൂർണ്ണ ആസ്വാദകനാണ്. നമ്മൾ അതിലൊരു അംശം എങ്കിലും ആസ്വാദനം ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു മുറിയിൽ ഇങ്ങനെ അടച്ചിട്ടിട്ട് നമ്മൾ എത്ര കാലം ഇങ്ങനെ പിടിച്ച് നമ്മളെ കെട്ടിയിരുത്താൻ പറ്റും? അപ്പൊ നമുക്ക് ആസ്വദിക്കാനുള്ള ത്വര ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വീണ്ടും എന്താണ് ആസ്വദിക്കാനുള്ള ഒരു ശരീരവുമായിട്ട് ഭൗതിക ലോകത്തിലേക്ക് ജനിക്കേണ്ടി വരും. അപ്പം ഈ പറഞ്ഞ ലോ പ്രൊഫൈലിലായിട്ടുള്ള ആൾക്കാരാണ് എവിടെ പോകുന്നത് പറഞ്ഞ് ഈ പറയുന്ന ഈ നിർവ്യക്തിഗത ബ്രഹ്മ അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മ അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ എത്തിച്ചേരുന്നത്. ഇവരൊക്കെ ഈ പ്രോസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ചെല്ലുന്ന എവിടെയാണ്? അവിടെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ബുദ്ധിശൂന്യരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഉദ്യമത്തിന് മുതിരുന്നത് എന്നാണ് ഇതിന്റെ ഒരു സാരം. ഹരേ കൃഷ്ണ. 7 മിനിറ്റ് കൂടുതലെടുത്തു. ഹരേ കൃഷ്ണ. എന്ന് പന്നമ്മമാതാജി ഇത് ഇടയ്ക്ക് സമയം വരുന്നത് അപ്രത്യക്ഷം. ഏഹ് സമയം മാറിയോണ്ടാണ് ആരും വരാത്തെ. ആദ്യത്തെ ദിവസമായത് കാരണമാണ്. എനിക്ക് ഈ ഒരു റമദാന്റെ ഈ ഒരു പീരീഡിലേ ഉള്ളൂ. ഞാൻ വ്യക്തമായിട്ട് ഒരു മെസ്സേജ് വിട്ടിരുന്നു. ഈ ഒരു ആ മാസം വരാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാമല്ലോ. ഈ ക്ലാസ്സിന് ആ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 3 മണിയാകുമ്പോ ഇവിടെ എത്തുന്ന. ഇവിടുത്തെ സമയം ഇപ്പൊ 5:38 ആ അപ്പൊ ഇവിടെ എനിക്ക് 8 വേറെ മണിയായി. എങ്ങോട്ടെങ്കിലും ആ എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാമല്ലോ. നിങ്ങൾക്കും കിടന്ന് ഉറങ്ങാമല്ലോ. ക്ലാസ്സിന് അതെ. നോക്കിയിരിക്കണ്ടല്ലോ. ഉം. അപ്പൊ അങ്ങനെ. എന്നാ ശരി ബ്രോ, ഞാൻ എക്സിറ്റ് ആയിക്കോട്ടെ. ആ വേറെ ഒന്നും സംശയമൊന്നും ഇല്ല എങ്കിലും എക്സിറ്റ് ആകാം. ഒരു കാര്യം പ്രഭു, നമ്മള് അർജുന് വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുമ്പോ സഞ്ജയൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല? സഞ്ജയൻ കണ്ടു മാതാജി. കണ്ടു അല്ലെ? ആ സഞ്ജയൻ കണ്ടു. ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ അത് കണ്ടിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ സഞ്ജയൻ ആ ദിവ്യചക്ഷുഷ ആരാണ് കൊടുത്തത്? ആരുടെ കൃപ കൊണ്ടാണ് കിട്ടിയത്? മറ്റേ വ്യാസഭഗവാന്റെ. വ്യാസ ഭഗവാന്റെ കൃപ കൊണ്ടാണ് കിട്ടിയത്. ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപ സിന്ധിഭ്യവച്ച പ്രധാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഞാൻ ചോദിച്ചില്ല. എന്തെങ്കിലും സംശയം അല്ല പോയിന്റ് പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ എഴുതി പോയിന്റ് പറയാം. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്തിയോടെ ഭഗവാന്റെ കഥകൾ പാരായണം ചെയ്യണം. അതുമൂലം ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഭക്തിയോടെയും അതീവ ശ്രദ്ധയോടെയും പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ ഭഗവത് രഹസ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മമാതാജി കണ്ടോ? സാരമില്ല മാതാജി, എക്സിറ്റ് ആയെന്ന് തോന്നുന്നു. ആ ഹരേ കൃഷ്ണ. ഉണ്ടോ? പോയിന്റ് ഉണ്ടോ? അല്ല, ഇപ്പം പറഞ്ഞത് തന്നെ, നമ്മൾ അത് ശ്രമിക്കുക, ഭഗവാനെ അറിയാൻ വേണ്ടി ശ്രമിക്കുക, കീർത്തിക്കുക, ഉം. ഇതൊക്കെ സത്സംഗത്തിലൊക്കെ വരിക. ഹരേ കൃഷ്ണ. അത് ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരി ബോൾ. ഹരേ കൃഷ്ണ. Yes.